ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കപ്പ കൊണ്ടൊരു ഏഷ്യാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണേ. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു 1.5-2 കിലോ കപ്പ മേടിച്ചത് ഇതിനകത്ത് നിറച്ചതുപോലെ എന്താ പറയുക, മരത്തടിയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ആണെങ്കിൽ നല്ല കപ്പ കിട്ടുകയും നല്ല പടപടാന്ന് വരുന്ന. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആലോചിക്കുമായിരുന്നു, പണ്ടൊന്നും എനിക്ക് ഈ കപ്പയൊന്നും ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത്. ഈ മരത്തടിയാണ് മൊത്തം, ഇവിടെ മൊത്തവും ഇങ്ങനെയാണ് കപ്പ കിട്ടാറ്. ചില പ്രാവശ്യമൊക്കെ നല്ലത് കിട്ടും. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു നല്ല കപ്പ കിട്ടിയായിരുന്നു. എനിക്ക് നാട്ടിൽ നിന്ന് വന്നതാണ്. ഇതിപ്പോൾ നാട്ടിൽ നിന്നൊന്നുമല്ല, ഇതിപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ. എന്തായാലും ഇതൊക്കെ ഒന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കട്ടെ, എന്നിട്ട് അടുപ്പിലോട്ട് ഇതങ്ങ് വെക്കാം നമുക്ക് ആദ്യം. അപ്പോൾ അതേ ബീഫ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതോടെ ഒന്ന് മെൽറ്റാക്കി ഇട്ടിട്ടെ, കാരണം ഫ്രീസറിൽ കയറ്റി വെച്ച് ഇന്നലെ വാങ്ങിച്ചതാണ്. കപ്പയൊന്ന് കഴുകിയെടുക്കാം. നിറച്ച് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വെള്ളം എടുത്തിട്ട് നമ്മൾ കുറച്ച് മുക്കി ഇട്ടിട്ട് വേണം കഴുകാൻ. കപ്പ ചേർത്തിട്ടേ ആവശ്യത്തിന് വെള്ളം വെച്ച് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. അടുപ്പിലോട്ട് വയ്ക്കാവേ. നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തു വെച്ചിട്ടുണ്ട്. ഇനി മൂടി വയ്ക്കാം, ഒന്ന് തിള വരട്ടെ. കട്ടൊന്നുമില്ല, സാധാരണ നല്ല കപ്പയാണ്. കുറച്ച് തടിയുണ്ടെന്നുള്ളൂ, തടിയൊക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി നന്നാക്കി എടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞു, സവാള ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ്, പച്ചമുളകും അങ്ങനെ തന്നെ കേട്ടോ. അതുപോലെ ഒരു 2-3 തണ്ട് വേപ്പിലയും എടുത്തിട്ടുണ്ട്. വേപ്പില വാടിപ്പോയി കേട്ടോ, ഫ്രിഡ്ജിൽ വേവിച്ച് വെക്കുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ വാടിപ്പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബീഫ് കട്ട് ചെയ്യണം. ബീഫ് നന്നായിട്ട് അലന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലും കൂടി ചേർത്ത ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കുക. എല്ലും കൂടി ചേർത്താണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആണേ. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരാമോ കേട്ടോ. അപ്പം തിളച്ചിട്ടുണ്ട് കപ്പ. ഇനി മൂടി വെച്ച് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. കട്ടൊക്കെ ഒന്ന് പോണ്ടേ. ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ. അവിടെ കിടക്കട്ടെ, നന്നായിട്ടൊന്ന് വേവട്ടെ. ഇനി മൂടി വെക്കുന്നില്ല, കട്ടൊക്കെ ഒന്ന് പോട്ടെ. ഇത് ചെറുതായിട്ട് മതി. ഇത് ഒരുപാട് അങ്ങ് വലിപ്പത്തിൽ വേണ്ട, നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. എന്നാലും ആ മസാല പിടിക്കത്തുള്ളൂ. അതാണ് ഞാൻ ചെറുതായിട്ട് അരിയുന്നത്. കഴുകി എടുത്തുട്ടോ, നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഇത് കണ്ടോ. ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർക്കണം. അപ്പം അതെ ഒരു 3/4 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ, അത് ചേർത്ത് കൊടുത്തു. ഇനി ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണേ. അല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. കുറച്ചേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടിയാണേ. ഒരുപാട് മസാലകൾ വേണ്ട, നമുക്ക് കുറേശ്ശെ മസാല കൂട്ടിയാൽ മതി. മുളക് പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് കുറച്ച് ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, ഇത് ഇത്രയും. പൊടികൾ ഇതിനകത്തോട്ട് ചേർക്കാം.
കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ലേശം ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഇടുന്നില്ല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മാറ്റി വയ്ക്കണം. ഇനി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. കൈ വെച്ച് ഇങ്ങനെ നല്ലതായിട്ട് തിരുമ്മണേ. പടപടാന്ന് വേണ്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വറക്കാം. ഇത്രയേ വേഗത്തുള്ളൂ. വെള്ളം അങ്ങ് ചെരിച്ച് കളയാം. വെള്ളമൊക്കെ കളഞ്ഞു അതിനുശേഷം വീണ്ടും അടുപ്പിലോട്ട് വെച്ചേ. ഇനി നമുക്ക് കുത്തി മറച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ലേശം തേങ്ങ കൊടുത്താതെ ഒരുപാട് വേണ്ട. കുറച്ചിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് ആകാശത്ത് അടപ്പ്. ഇനി ഇളക്കാം. നോക്കി നല്ല കപ്പയുടെ ഗന്ധമാണൊക്കെ വരുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവേ ഇറച്ചിയിലോട്ട്. ഇപ്പം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ആ വെള്ളത്തിൻ്റെ നിരപ്പിൽ തന്നെ മതി, ഇറച്ചിയുടെ നിരപ്പിൽ തന്നെ മതി കേട്ടോ വെള്ളം. ഓറാവണ്ട. ഇനി നമുക്കൊരു കുക്കർ അടച്ച് വിസിലിടാം. ഒരു 8 വിസിൽ. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാവേ. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് പൊട്ടിത്തെറിക്കത്തില്ല, അതുകൊണ്ടാ. വെള്ളം ഉണ്ടാവും പൊട്ടിത്തെറി. സവാള ചേർക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണേ. ഓവർ ഫ്രൈ വേണ്ട, ജസ്റ്റ് ഒന്ന്. സവാള അപ്പം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മസാല കൂടി ചേർക്കാം. ബീഫ് മസാലയാണ് ചേർക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് മസാല. ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉള്ളിയൊക്കെ ഇട്ട് മസാല ഇട്ടില്ല, അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കണേ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നമ്മൾ നോക്കണം, കറക്റ്റാണോ, നമ്മുടെ ഭാഗത്തിനാണോ എന്നല്ല. ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കണേ. എല്ലാം പാകമാണ്. ഇനി നമുക്ക് കപ്പയിലോട്ട് ഈ ഇറച്ചി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യണേ. കപ്പ കട്ട പിടിച്ച് കിടക്കരുത്, അവിടെ എവിടെയും നല്ലതായിട്ട് ഉടച്ച് ചേർക്കണം. ഇച്ചിരി ചാറൊക്കെ കൂടുതലുണ്ടെങ്കിലും പ്രശ്നമില്ല, ഇരിക്കുന്നതോറും കപ്പ അങ്ങ് കട്ടയായി തുടങ്ങും. ഇത് എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻ എടുക്കാം. എനിക്കിത് ഇപ്പം ഇത്രയും മതി കേട്ടോ. ഇനി അതിനകത്തേക്ക് കുറച്ച് സവാള ഒന്നും ചെയ്തതല്ല, സവാള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് എന്താ പറയുക കഴുകിയെടുത്തതാണേ. അതിനകത്ത് ആ ഒരു കനർപ്പ് പോകാൻ വേണ്ടി കഴുകിയതാണ്. ഇനി ഇതുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. നല്ല കട്ടൻ ചായ ഉണ്ട്, മധുരം കൂട്ടിയെടുക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡിന്നറായിരുന്നു. അപ്പോൾ ഏഷ്യാഡെന്ന് അതിനെ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഏഷ്യാഡെന്ന് പറയും, കപ്പയും ബീഫും എല്ലുകറി വെച്ചിട്ട് കപ്പ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ.